മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. സൂപ്രണ്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ചികിത്സാ പിഴവ് വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തെത്തിച്ചത്. അനിരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനിരു, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കുന്നു. പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണോ? തീർച്ചയായിട്ടും ലിരിഷ, പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്ന പ്രതിഷേധ മാർച്ച് അത് സൂപ്രണ്ട് ഓഫീസിലേക്കായിരുന്നു. ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രതിഷേധ മാർച്ച് സൂപ്രണ്ട് ഓഫീസിന് മുൻവശത്ത് വെച്ച് തന്നെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തുടർന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായ നിതിനാണ്. ഇതിനുശേഷം ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിന് ശേഷം ഇപ്പോൾ പ്രവർത്തകർ ഈ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേതാക്കളടക്കമുള്ളവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിക്കാനായി ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഇതിനുശേഷം സൂപ്രണ്ടിന്റെ മറുപടി ലഭിച്ച ശേഷം സമരം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലായിരിക്കും ഡിവൈഎഫ്ഐ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളമാണ് ഈ ഒരു വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആദ്യം എത്തിച്ചത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ രാജേന്ദ്ര പ്രസാദിന്റെ ഇടത് കാലാണ് പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഈ ബന്ധുക്കൾ പറയുന്നത് 28-ാം തീയതിയാണ് രാജേന്ദ്ര പ്രസാദിന് വാഹന അപകടത്തിൽ ഇടത് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ചികിത്സ ലഭിച്ചില്ല. ഇതിനുശേഷം ബന്ധുക്കൾ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയായ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പിന്നീട് ഇവിടെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 28-ാം തീയതി ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ശസ്ത്രക്രിയ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ 2 ദിവസമൊക്കെ ഈ പറയുന്ന ബന്ധുക്കൾക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാവിലെയോടുകൂടി ബന്ധുക്കളെ പോലും അറിയിക്കാതെ രോഗിയെ വാർഡിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ നടത്തിയ പരിശോധനയിലാണ് ഇടത് കാല് ശസ്ത്രക്രിയ നടത്തിയ കാല് ബാൻഡേജിനുള്ളിൽ നിന്ന് പുഴു പുറത്തേക്ക് വരുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് ഈ വിവരം ആശുപത്രി അധികൃതരെ അടക്കം അറിയിച്ചെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായി നടപടിയെടുക്കുവാനോ രോഗിക്ക് കൃത്യമായ ശുശ്രൂഷ നൽകുവാനോ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സോ ഡോക്ടറോ തയ്യാറായില്ല. രാത്രിയോടുകൂടി കൂടുതൽ ബന്ധുക്കളെത്തി, മരുമകളടക്കം എത്തി ബഹളം വെച്ചപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ഓയിൽമെൻറ്റ് വാങ്ങാൻ പറഞ്ഞത്. തുടർന്ന് പുറത്തുപോയി ഓയിൽമെൻറ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തെങ്കിലും ആ ഓയിൽമെൻറ്റ് പോലും ഈ രോഗിയുടെ കാലിൽ പുരട്ടാൻ തയ്യാറായില്ല. തുടർന്ന് വലിയൊരു പ്രതിഷേധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി 8 മണിക്ക് ശേഷം ഈ രോഗിയെ മറ്റൊരു വാർഡിലേക്ക് മാറ്റി ബാൻഡേജ് അടക്കം മാറ്റി വീണ്ടും അതൊരു പുതിയ രീതിയിലേക്ക് ഡ്രസ്സ് ചെയ്യാൻ തയ്യാറായത്. ഈ പറയുന്ന ബന്ധുക്കൾ പറയുന്നത് 5 ദിവസമായിട്ട് ഈ അതേ ബാൻഡേജ് ആണ് രോഗിക്ക് രാജേന്ദ്രൻ നായർക്ക് ഈ പറയുന്ന രാജേന്ദ്ര പ്രസാദിന് ഈ പറയുന്ന ICUവിൽ നൽകിയത്. കൂടാതെ ഈ മുറിവ് കെട്ടി മറ്റൊരു മുറിവിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോലും ആ അധികൃതർ തയ്യാറായില്ല. ഡോക്ടർമാരോട് നഴ്സുമാരോട് ഈ വിഷയം പറയുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് അധികാരിയിൽ നിന്നുള്ള ഒരു മറുപടി ലഭിച്ചതെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ബന്ധുക്കൾ തങ്ങളുടെ പരാതി പറഞ്ഞത്. നമ്മൾ വാർത്ത നൽകുന്നു. ഇന്ന് എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയ്ക്കെതിരെ അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളാണ് അനിരു അശോകൻ നൽകിയത്.